കയറ്റുമതി നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതുൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ പശ്ചാത്തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കയറ്റുമതി നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നാണ് കയറ്റുമതിക്കാരുടെ പ്രധാന ആവശ്യം. പല നടപടിക്രമങ്ങളും അനാവശ്യവും കാലതാമസം വരുത്തുന്നതുമാണെന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ കെ പിള്ള പറഞ്ഞു. ക്ലിയർ ഓഫീസിൽ നിന്ന് ഒരു ഇൻവോയ്സ് സൈൻ ചെയ്യുന്നിടം തൊട്ട് ക്ലിയറിംഗ് ഏജൻറ്റ്, ഗേറ്റ് പാസ് തുടങ്ങി 200-ലധികം സിഗ്നേച്ചർ വേണ്ടി വരുന്ന, എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വെറും 12 സിഗ്നേച്ചറേ വേണ്ടുള്ളൂ ഒരു സാധനം കയറ്റുമതി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു സാധനം ഇറക്കുമതി ചെയ്യുന്നതിനോ. ശീതീകരിച്ച വാഗണുകൾ റെയിൽവേയിൽ ഏർപ്പെടുത്തണം. നമുക്കിവിടെ നിന്ന് കയറ്റി അയക്കണമെങ്കിൽ, ഇവിടെ നിന്ന് ഞങ്ങൾ ഈ ഫ്രോസൺ ഞങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം അയക്കണമെങ്കിൽ 1 kgക്ക് 25 രൂപ മിനിമം, 25 തൊട്ട് 40 രൂപ വരെ ട്രക്കിന് ഫ്രോസൺ ട്രക്കിൽ വരുന്നുണ്ട്. ഇത് ബൈ റെയിൽവേ ആണെങ്കിൽ 5-10 രൂപയ്ക്ക് ഈ സാധനം അവിടെ എത്തും, അവിടെ ഉള്ളത് ഇവിടെ എത്തും. വിഴിഞ്ഞം യാഥാർത്ഥ്യമായ പശ്ചാത്തലത്തിൽ കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഇവിടെ നിന്നൊരു കണ്ടെയ്നർ അവിടേക്ക് അയക്കണമെങ്കിൽ സാധാരണഗതിക്ക് 8 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരും. കാരണം റോഡിൻ്റെ പരിതസ്ഥിതി അതാണ്. അത് മാറിയിട്ട് 3 മണിക്കൂറേ വരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറഞ്ഞിരിക്കും. കേരളത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി പുരോഗതിയിലേക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട്. കയറ്റുമതിക്കാർക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ GST നിരക്ക് ഏകീകരിക്കണമെന്നാണ് മറ്റൊരാവശ്യം. ട്രാൻസ്പോർട്ട് അസിസ്റ്റൻസ് സ്കീം പുനഃസ്ഥാപിക്കുക, ഇൻട്രസ്റ്റ് കോമ്പൻസേഷൻ സ്കീം നടപ്പാക്കുക, വൻകിടക്കാർക്ക് മാത്രം നൽകി വരുന്ന പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് MSMEകൾക്ക് കൂടി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കയറ്റുമതിക്കാർ ഉന്നയിക്കുന്നു. ലോക കമ്പോളത്തിൽ തങ്ങൾ നേരിടുന്ന കടുത്ത മത്സരത്തെ അതിജീവിക്കാൻ ചില സഹായങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കയറ്റുമതിക്കാർ ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ട്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.